മൈസൂർ വ്ലോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. എനിക്കറിയാം ഗൈസ്, വീഡിയോ വരാനായിട്ട് നല്ല ലേറ്റായിരുന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റായത്. പിന്നെ ആരെങ്കിലും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നോ? എനിക്കറിയില്ല. എന്തായാലും ഐ എം റിയലി സോറി ഗൈസ്, വീഡിയോ ലേറ്റ് ആയതാണ്. സോറി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരാൻ ലേറ്റ് ആയാൽ അതിന് മുൻകൂർ ജാമ്യമായിട്ട് ഒരു സോറി ഗൈസ്. എന്ത് ചെയ്യാനാ, ഭയങ്കര മടി എനിക്ക് എഡിറ്റ് ചെയ്യാൻ. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളോടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിന് വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നത്. പക്ഷേ വീഡിയോസ് പെട്ടെന്ന് വരാനായിട്ടൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അതാണ് ഒരു എളുപ്പ വഴി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാൻ എനിക്കൊരു ത്വര വരും. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ മാളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു പള്ളിയിലേക്കാണ്. ഗൈസ്, ഇതാണ് ആ പള്ളി. ഈ പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും മൈസൂരിലെ ഒരു ഫേമസ് പള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ വന്നത് ഈ പാർക്കിലേക്കാണ്. ഇവിടെ വന്നാൽ ജോക്കറ്റിന് കുറച്ച് നേരം കളിക്കുകയും ചെയ്യാം. പിന്നെ നമുക്കെല്ലാവർക്കും കുറച്ച് നേരം ഫ്രഷ് എയർ കൊള്ളുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാനാരെയും കണ്ടില്ല. ഫ്രീ ആണ് എല്ലാത്തിലും കയറാനായിട്ട്. പിന്നെ നല്ല അടിപൊളി കാറ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈവനിങ് ടൈമിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ് ഗൈസ്. പിന്നെ പൊതുവെ ഇങ്ങനത്തെ പാർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഫ്രീ ആണെങ്കിൽ നമ്മളെല്ലാം കുട്ടികളാണല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ സ്ലൈഡിലും അതിലും ഇതിലൊക്കെ കയറി. പക്ഷെ ആ സ്ലൈഡ് ഒരു സുഖമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വേറൊരു നല്ല സ്ലൈഡ് കണ്ടു. അപ്പോൾ ഇതിലിനി സ്ലൈഡ് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. എല്ലാത്തിലും ഫസ്റ്റ് ട്രൈ ഡോളിയമ്മയാണ് ഗൈസ്. ഇതൊക്കെ എന്ത്? പിന്നെ ഗൈസ്, ഡോളിയമ്മ ഊർന്ന് വരാൻ പോകുന്നു. 3, 2, 1. നേരത്തെ സ്ലൈഡിൽ പെട്ടെന്ന് താഴെത്തി. അതുകൊണ്ട് ഇപ്രാവശ്യം പയ്യെ പോരാനാണ് കൈ അവിടെ പിടിച്ചത്. അങ്ങനെ എന്തായാലും ആ പ്ലാൻ വർക്കായി പയ്യെ വന്നു. ഞാനും അതിൽ സ്ലൈഡ് ചെയ്തായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാത്തതുകൊണ്ട് എനിക്കിടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ചു, കാറ്റൊക്കെ കൊണ്ടു. ഇവിടെ ഇത്രയും സാധനങ്ങളുള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കയറി കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് കരുതി ഇപ്പോൾ കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പോയത് അച്ചു ചേച്ചിൻ്റെ കോളേജിലേക്കാണ്. ഇതാണ് ഗൈസ് അച്ചു ചേച്ചിൻ്റെ കോളേജ്. അച്ചു ചേച്ചിൻ്റെ കോളേജിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ചു ചേച്ചി തന്നെ പറഞ്ഞു തരും. മെഡിക്കൽ കോളേജ്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നൊക്കെ നിറയെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈവനിങ് ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ചായക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ ചായക്കട. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ ചായ ഇവിടെ എത്തി. ഇനി ഇത് കുടിച്ച് തീർക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഒരാൾക്ക് നടക്കാൻ മടിയായതുകൊണ്ട് കാർ എടുത്ത് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ നടക്കാൻ ആരോഗ്യമുള്ളതുകൊണ്ടും മടിയില്ലാത്തതുകൊണ്ടും ഞങ്ങൾ നടന്നു പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്കാണ് അച്ചു ചേച്ചിയുടെയും മേഘ ചേച്ചിയുടെയും കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പോൾ അവരവിടെ നിന്ന് വർത്താനം പറയുന്നു. ഞാനും ഡോളിയമ്മയും ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ചേട്ടായി കാർ എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു കടയിലെത്തി ഗൈസ്, ജോക്കുട്ടിന് ജ്യൂസ് മേടിക്കാനായിട്ട്. അവനങ്ങനെ ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാനൊരു ബോബാട്ടിയുടെ കട കണ്ടത്. ഞാനാണെങ്കിൽ ഇന്നേ വരെ ആ സാധനം കഴിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്കത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ, ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഗൈസ് ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അതിൽ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഇതാണ്. അങ്ങനെ ഞാൻ മെനു കാർഡ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സൈഡിൽ ഇത്രയും മീനിങ് ഫുള്ളായിട്ടൊരു കോട്ട് ഞാൻ കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യേ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബോബാട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണേ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫസ്റ്റ് ട്രൈ എന്ന നിലയിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതേ ഗൈസ്, ഞങ്ങൾ ബോബാട്ടിയൊക്കെ കുടിച്ചിറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്.
ഇനി ഞങ്ങൾ അടുത്തത് മോമോസ് തിന്നാനാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞാൻ മോമോസ് തിന്നാനെത്തിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. മറ്റേ ഹെയർ സ്റ്റൈലായിരുന്നപ്പോൾ കാറ്റടിച്ച് മുടി ഫുള്ള് കുളമായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ മേനെയുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? താഴെ കമൻറ്റ് ചെയ്യേ. അങ്ങനെ ഞങ്ങളിതേ മോമോസൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കൂ. അപ്പോൾ ഇതേ ഗൈസ്, നമ്മുടെ മോമോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് മോമോസ് ഉണ്ട്, സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും. എങ്ങനെ മോമോസിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കണം എന്നുള്ളത് അപ്പുച്ചട്ടയെ കാണിച്ചു തരും ഗൈസ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അങ്ങനെ ഞങ്ങൾ മോമോസൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളിതേ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടും. പിന്നെ നമുക്ക് ബാർഗെയിനിങ് സ്കില്ല് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെയും വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്കില്ല് അനുസരിച്ചിരിക്കും ഇവിടുത്തെ വിലക്കുറവ്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഈ സ്കില്ലില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റിയുമില്ല, ഞാനൊട്ടൊന്നും മേടിച്ചുമില്ല. ഞാൻ ചുമ്മാ അവർ പോകുന്നതിൻ്റെ പുറകെ പോയി ആ സ്ഥലമെല്ലാം കണ്ടു തിരിച്ചു പോന്നു. അതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം. കേസ് അങ്ങനെ അപ്പുച്ചേട്ടായി എവിടെയോ പോയി ബാർഗെയിൻ ചെയ്തൊരു വാച്ചൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവർക്കും നല്ല ബാർഗെയിനിങ് സ്കില്ലുള്ളത് കാരണം അവരും എന്തൊക്കെയോ മേടിക്കുന്നു. ഫസ്റ്റ് ഞാനൊരു ചെരുപ്പ് കൂടെ കയറിയായിരുന്നു. ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ടേ എൻ്റെ മൂഡ് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ എയർപോർട്ട്സിൽ ഫുള്ള് പാട്ടും കേട്ട് തെക്ക് വടക്ക് നടന്ന് അവർ പോകുന്നതിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ഞാൻ കടയിൽ നോക്കിയിട്ടുമില്ല, മേടിച്ചുമില്ല. പിന്നെ ലാസ്റ്റ് ഞാനൊരു സാധനത്തിൻ്റെ വില പോയി ചോദിച്ചായിരുന്നു. ഇങ്ങനെ ചെവി വെച്ചിട്ട് നമ്മൾ താഴേക്ക് വള്ളി പോലത്തെ ഒരു സംഭവം ഉണ്ടാകും, അതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവി പൊന്തി വരുന്നൊരു സംഭവം ഇല്ലേ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തേക്കാം സൈഡിൽ. ഈ സാധനത്തിൻ്റെ വിലയാണ് ഞാൻ പോയി ചോദിച്ചത്. അതിന് നല്ല വില ആയതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മൈസൂർ പാക്ക് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. കുറച്ചേ മേടിച്ചുള്ളൂ. അത് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കി. ഒടുക്കത്തെ മധുരമാണ് കേസ്, അതോടെ പൂർത്തിയായി. പിന്നെ മൊത്തത്തിൽ എന്തോ പോയ അണ്ണാൻ്റെ കൂട്ടായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ. എനിക്കൊന്നിൻ്റെ ഒരു മൂഡും ഇല്ലായിരുന്നു, താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേസ്. ഇനി ഞങ്ങൾ നേരെ മൈസൂർ പാലസിലേക്ക് പോവാണ്. അവിടെ രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്, അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങളിതേ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലെത്തി കേസ്. ഇവിടുന്നേ കാണാൻ നല്ല രസമുണ്ട്, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല തിരക്കുണ്ട് ഗെയ്സ്. നമുക്കിനി അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് പാലസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതേ ഗെയ്സ്, ഈ കാണുന്നതാണ് പാലസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നത് കൊള്ളാമല്ലേ, രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് മൈസൂർ പാലസിൻ്റെ ലൈറ്റിങ് കാണുന്നത്. അങ്ങനെ ഇതേ ഗെയ്സ്, ഞങ്ങൾ മൈസൂർ പാലസിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ മൂഡ് ഫുള്ള് പോയി കിടക്കുകയാണ്. എൻ്റെ മൂഡ് പോയാൽ ആകെപ്പാടെ എനിക്ക് മൂഡ് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ, എന്തെങ്കിലും കഴിക്കുക. സോ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു നൂഡിൽസാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൂഡിൽസ് തപ്പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഗൈസ്, ഞങ്ങളൊരു ഹോട്ടലിലുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, എന്നാലേ അങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞാനും ജോക്കുട്ടനും മേഘ ചേച്ചിയും അച്ചു ചേച്ചിയും ഡോളിയമ്മയാണ് ഗൈസ് പോകുന്നത്. അപ്പുച്ചേട്ടായി വന്നില്ല. വലിയ ശരീരമാണെങ്കിലും കുഞ്ഞി വയറാണ് ഗൈസ്, അതുകൊണ്ട് മോമോസ് തിന്നപ്പോഴത്തേക്കും വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇതേ ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ കൈ കഴുകാൻ കയറിയപ്പോഴത്തേക്കും അവിടെ മിറർ കണ്ടു. മിറർ കണ്ടാൽ പിന്നെ പണ്ടേ ഞാൻ വിടാറില്ലല്ലോ. അങ്ങനെ ഞാൻ 2 പോസൊക്കെ ഇട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഡോളിയമ്മ പറഞ്ഞു ഡോളിയമ്മയുണ്ട് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോവാണ് ഗൈസ്. കാരണം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു ഗൈസ്. എനിക്ക് നൂഡിൽസ് ആയിരുന്നു വേണ്ടിയത്, അത് തീർന്നു പോയെന്ന് പറഞ്ഞു, രാത്രി ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് ചപ്പാത്തി ആയിരുന്നു വേണ്ടത്, അവിടെ ചപ്പാത്തി ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സ്പോട്ട്. അപ്പോൾ ഇതേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കടയിൽ നല്ല നൂഡിൽസ് കിട്ടുമെന്നാണ് പറഞ്ഞത്, നമുക്ക് പോയി നോക്കാം. എനിക്ക് പിന്നെ പണ്ടേ ഒടുക്കത്തെ ലക്കായതുകൊണ്ട് അവിടെയും നൂഡിൽസ് ഇല്ലായിരുന്നു.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഐസ്ക്രീമെങ്കിലും മേടിച്ച് തരുമോ ഫുള്ളായിട്ടൊന്ന് തണുക്കാമെന്ന്. ഇവിടെ അച്ചു ചേച്ചീൻ്റെ മേഘ ചേച്ചീൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഐസ്ക്രീം കിട്ടും, പക്ഷേ എനിക്ക് ആ ഐസ്ക്രീം അല്ല, എനിക്ക് കോൺ ഐസ്ക്രീം തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് കോൺ ഐസ്ക്രീം മേടിക്കാനായിട്ട് ഞാനും അച്ചു ചേച്ചിയും കൂടെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതേ ഗൈസ് എനിക്ക് വേണ്ട സാധനമൊക്കെ കിട്ടി. ഇപ്പം ഞാൻ ഹാപ്പിയായി. ഇത് കഴിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം, വേണമെന്ന് ആഗ്രഹിച്ച സാധനം കിട്ടിക്കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ അത്. അങ്ങനെ ഞാനിതിവിടെ കുത്തിയിരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മൂഡൊക്കെ ഒന്ന് ബൂസ്റ്റായി ഗൈസ്. ഇപ്പം സെറ്റായി. ഇനി നൂഡിൽസ് മേഘ ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമെന്ന് പറഞ്ഞു അവരുടെ ഹോസ്റ്റലിൽ അങ്ങോട്ടേക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ഡബിൾ ഹാപ്പി. ഇപ്പം മൂഡൊക്കെ സെറ്റായി, ഇനി പ്രശ്നമൊന്നുമില്ല മൂഡിന്. ഇനി നമുക്ക് നേരെ ഇവരുടെ ഹോസ്റ്റലിലേക്ക് പോവാം. നേരത്തെ കാണാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിരുന്നോ? ലെഫ്റ്റ് സൈഡ് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സോറി, റൈറ്റ് സൈഡ്. ഇതാണ് ദേവിക നിക്കുന്ന ഇവിടെ. ദേവിക ആദർശയില്ലേ, അവള് നിക്കുന്ന ഇവിടെയാ. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലെത്തി ഗൈസ്. ഞങ്ങൾ എത്തുന്നതിനേക്കാൾ സ്പീഡിൽ എൻ്റെ നൂഡിൽസ് എത്തി. വെരി ഫാസ്റ്റ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഈ കോണിപ്പടികൾ താണ്ടി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അച്ചു ചേച്ചിയുടെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുവെക്കാനുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണിയായിരിക്കും. ഇതൊക്കെയാണ് ഗൈസ് അച്ചു ചേച്ചിയുടെ ലഗേജ്. ഇതൊക്കെ എങ്ങനെ കാർ കയറ്റുമെന്ന് ആലോചിച്ച് കിളി പോയിരിക്കുന്നില്ലേ അപ്പുച്ചേട്ടായി. ദേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇനി മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ദേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വ്യൂ. ഇത് കാണാൻ നല്ല രസമില്ലേ? താഴെ നിന്ന് നോക്കുന്നതിനേക്കാളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. ഓ, ഇനി കഥ പറഞ്ഞതൊന്നും ശരിയാവില്ല. നമുക്ക് അച്ചു ചേച്ചിയുടെ ലഗേജൊക്കെ കാറിലേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ വാ നമുക്ക് പോവാം. അങ്ങനെ ഇതേ അപ്പുച്ചേട്ടായി ബാഹുബലിയെ പോലെ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും ഇതേ കുട്ടി കുട്ടി ലഗേജൊക്കെ എടുത്ത് താഴേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാനും പോയി എന്തെങ്കിലുമൊക്കെ എടുത്ത് താഴേക്ക് കൊണ്ടുപോട്ടെ. അങ്ങനെ ഞങ്ങളിതേ ബാഗും ചട്ടിയും കലവും ബക്കറ്റും എല്ലാം താഴെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഡിക്കിയിൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു സീറ്റ് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറിയത്. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ലഗേജ് എല്ലാം വണ്ടിക്കുള്ളിൽ കയറ്റി. അപ്പം കമോൺ ഗേസ്, നമുക്കൊന്നുകൂടി ഈ മല കയറാം. അങ്ങനെ ഇവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അവർ പോകുന്നു ഗേസ്. അവർ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് അവരവരുടെ വേറൊരു ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിൽ പോയി നിൽക്കാനാണ്. അപ്പോൾ അവർ പോകണം ഗേസ്. അപ്പോൾ കാണാം. സീ യു, ബൈ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനും ജോക്കൊണ്ടും കൂടെ നൂഡിൽസ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആവതില്ലായിരുന്നു ഗൈസ്. ഫുൾ ചുറ്റിക്കറങ്ങി ടയേർഡായിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞ് സംഭവിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ മൈസൂർ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.